എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ASIMന് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ ഇന്ന് 24ാമത്തെ ക്ലാസ്സാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഓരോന്നിൻ്റെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ ഫോറിൻ വേർഡ്സ് എന്ന് പറയുന്ന മേഖലയിലെ കുറച്ച് കാര്യങ്ങളാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. PSC പരീക്ഷ പലപ്പോഴായിട്ട് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ചർച്ച ചെയ്യാം പ്രീവിയസ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ. അഡ്ലിബ് എന്ന് പറയുന്ന ഫോറിൻ വേർഡിന്റെ അർത്ഥം എന്താണ് ഒന്നാമതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അഡ്ലിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് പ്രിപ്പറേഷൻ എന്നാണ്. അപ്പോൾ വിത്ത് പ്രിപ്പറേഷൻ എന്ന ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി വിത്തൗട്ട് പ്രിപ്പറേഷൻ. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയത് ആ ഒരു പരീക്ഷാ ടെൻഷനിൽ ഓർത്തിരിക്കുക. വിത്തൗട്ട് പ്രിപ്പറേഷൻ എന്നാണ് അഡ്ലിബ് എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് അഡ് വെലോറം എന്നാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അഡ് വെലോറം എന്ന ഫോറിൻ വേർഡ്സിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. അക്കോർഡിംഗ് ടു ദ വാല്യൂ എന്നാണ്. അറ്റ് വെലോറം, വെലോറം വാല്യൂ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇനി അടുത്തത് ഇഫ് സംതിങ് ഈസ് സീൻ പ്രൈമാവിസ്ത ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് സീൻ. പ്രൈമാവിസ്ത എന്ന് പറയുന്ന ആ ഒരു ഫോറിൻ വേർഡിന്റെ അർത്ഥം എന്ത്? ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ എ ആണ്. അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. അറ്റ് ഫസ്റ്റ് സൈറ്റ്, അതായത് ഇവിടെ ഒറ്റ നോട്ടത്തിൽ എന്നൊരു അർത്ഥം. അതായത് ഒറ്റ നോട്ടത്തിൽ ആ കാര്യം എനിക്ക് മനസ്സിലായി, ഒറ്റ നോട്ടത്തിൽ എന്താണ് അതിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല. ആ ഒരു അർത്ഥത്തിൽ ഇവിടെ പ്രൈമാവിസ്ത എന്ന് പറയുന്ന ഫോറിൻ വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നാണ് അതിന്റെ അർത്ഥമായിട്ട്. അപ്പോൾ പ്രൈമ ഫസ്റ്റ് ആ ഒരു രീതി നമുക്ക് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോണഫൈഡ്. അപ്പോൾ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, കോളേജിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കുക, ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ഗുഡ് ഫെയ്ത്ത് എന്നാണ്. എന്താണ്? ഇൻ ഗുഡ് ഫെയ്ത്ത് എന്നാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത്. നല്ല വിശ്വാസത്തിൽ എന്നൊരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഈ മാലഫൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഇൻ ബാഡ് ഫെയ്ത്ത് എന്നാണ്. ഇൻ ബാഡ് ഫെയ്ത്ത് എന്നാണ്. അപ്പോൾ ബോണഫൈഡ് എന്നതിന്റെ വിപരീതമാണ് ഇത് മാലഫൈഡ്. അർത്ഥം എന്താണ്? ദുരുദ്ദേശത്തോടെ, വഞ്ചനയോടെ എന്നൊക്കെ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? മാലഫൈഡ് എന്ന് പറയുന്ന ആ ഒരു ഫോറിൻ വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബോണഫൈഡിന്റെ ഓപ്പോസിറ്റ് ആണ് മാലഫൈഡ് എന്ന് ആരും ഓർത്തിരിക്കുക. ഇനി അടുത്ത ഫോറിൻ വേർഡ് ഇവിടെ തന്നിരിക്കുന്നത് ഫെലോഡീസെ ആണ്. എന്താണ്? ഫെലോഡീസെ. ഫെലോഡീസെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂയിസൈഡ് ആണ്. ഫെലോഡീസെ എന്താണ്? സൂയിസൈഡ് എന്നാണ് ആ ഒരു ഫോറിൻ വേർഡിന്റെ അർത്ഥം വരുന്നത്. ഫെലോഡീസെ സൂയിസൈഡ് എന്നാണ്. ഇനി അടുത്തതിലേക്ക് വരാം. മാഗ്നം ഓപ്പസ്. എത്രയോ PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ഫോറിൻ വേർഡാണ് മാഗ്നം ഓപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ ഫോറിൻ വേർഡ് എന്ന് പറയുന്നത് എന്താണ്? മാഗ്നം ഓപ്പസ് എന്നാണ് നമ്മുടെ ഫോറിൻ വേർഡ്. എന്താണ് മാഗ്നം ഓപ്പസ് എന്ന് പറഞ്ഞാൽ? എ ഗ്രേറ്റ് വർക്ക് അല്ലെങ്കിൽ കോമ്പോസിഷൻ എന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. എ ഗ്രേറ്റ് വർക്ക് അല്ലെങ്കിൽ കോമ്പോസിഷൻ എന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ഒരാളുടെ ഒരു പ്രധാനപ്പെട്ട മഹത്തായ സൃഷ്ടി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ MD സാറിന്റെ നമ്മുടെ രണ്ടാമൂഴം എന്ന് പറയുന്ന കൃതി അദ്ദേഹത്തിന്റെ ഒരു മാഗ്നം ഓപ്പസ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. മാഗ്നം ഓപ്പസ് PSC റിപ്പീറ്റഡ് ആണ്. എ ഗ്രേറ്റ് വർക്ക് അല്ലെങ്കിൽ കോമ്പോസിഷൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇംപാസെ എന്ന് പറയുന്നത് എന്താണ്? ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? ഇംപാസെ എന്ന് പറയുമ്പോൾ എന്താണ്? ഡെഡ് ലോക്ക് എന്നാണ് അർത്ഥമായിട്ട് വരേണ്ടത്. ഇംപാസെ എന്ന് പറഞ്ഞാൽ ഡെഡ് ലോക്ക് ആണ്, ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ തടസ്സം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എൻമാസെ, ഇംപാസെ എന്ന് പറഞ്ഞാൽ ഡെഡ് ലോക്ക് ആണ്. അങ്ങനെയാണെങ്കിൽ എൻമാസെ ആ പേരിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. വിത്തിൻ എ ബോഡി അല്ലെങ്കിൽ ആൾ ടുഗദർ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ PSC പരീക്ഷയ്ക്ക് ആൾ ടുഗദർ എന്നതിന്റെ എന്ത് ചോദിച്ചിട്ടുണ്ട്? സ്പെൽ ചെക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓൾ ടുഗദർ എന്നതിന്റെ സ്പെൽ ചെക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾ എന്നാണ് പറയുന്നത്. ഡബിൾ എൽ ഉണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾ ടുഗദർ എന്ന് എഴുതുമ്പോൾ ഒരു എല്ലേ ഉള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക. ഒരു എല്ലേ ഉള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അൽ ടുഗദർ ഇത് PSC മുൻവർഷത്ത് എന്താ ചോദിച്ചിട്ടുണ്ട്? സ്പെൽ ചെക്കിങ്ങിന് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ എൻമാസെ എന്നതിന്റെ അർത്ഥം ആൾ ടുഗദർ അല്ലെങ്കിൽ വിത്തിൻ എ ബോഡി, ഒന്നാകെ, ഒന്നിച്ച്, ഒരുമിച്ച് എന്നൊക്കെ ഒരു മീനിങ്. ഇൻ ലിയു ഓഫ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഇൻ ലിയു ഓഫ് എന്ന് പറയുന്ന ഫോറിൻ വേർഡ് ആണ്. ഇവിടെ 4 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഫോറിൻ വേർഡ് എന്ന് പറയുന്നത് ഇൻ ലിയു ഓഫ് എന്നാണ്. ഇൻ ലിയു ഓഫ് എന്ന് പറയുമ്പോൾ അതേപോലെ വരുന്ന ഒരു ഓപ്ഷൻ എടുത്താൽ മതി. ഇൻസ്റ്റഡ് ഓഫ് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇൻസ്റ്റഡ് ഓഫ്. ഇൻ ലിയു ഓഫ് എന്ന് പറയുന്ന ആ ഒരു ഫോറിൻ വേർഡിന്റെ അർത്ഥം എന്താണ്? ഇൻസ്റ്റഡ് ഓഫ്, പകരം എന്നൊരു മീനിങ്ങിലാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് അബിൻഷ്യോ. ഇതും PSC റിപ്പീറ്റഡ് ആണ്. അബിൻഷ്യോ എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ. അതിലൂടെ നമുക്ക് ഓപ്ഷൻ ബിയിലേക്ക് പിടിക്കാം. ഫ്രം ദ ബിഗിനിങ് എന്നതാണ് അബിനിഷ്യോ എന്ന് പറയുന്ന ഈ ഒരു ഫോറിൻ വേർഡിന്റെ അർത്ഥം വരുന്നത്. ഇവിടെ ഈ ബിഗിനിങ് എന്നതിന്റെ സ്പെൽ ചെക്കിന് വന്നിട്ടുണ്ട്. ബിഗിനിങ് ബഗ് എന്ന് എഴുതുക, അതിനുശേഷം ഇന്നിങ്സ് എന്ന് എഴുതുക. ഇന്നിങ്സ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ അവസാനത്തെ എസ്സിനെ അങ്ങോട്ട് ഒഴിവാക്കി കളയാം. ഇല്ലെങ്കിൽ നമ്മൾ ആ NN എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണാണോ ഉള്ളതെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി പഠിച്ചു വെച്ചാൽ ബഗ് ഇനിക്സ് അതിൻ്റെ എസിനെ ഒഴിവാക്കിക്കളി. അപ്പോൾ ബിഗിനിങ്ങിൻ്റെ സ്പെല്ലിങ് ഓർത്തിരിക്കണം, അത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അഡ് ഇൻഫിനിറ്റം. അപ്പോൾ അവിടെ ഇൻഫിനിറ്റം എന്നതിൽ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? എൻഡ്ലെസ്ലി എന്നതിലേക്ക് നമുക്ക് എത്തണം. അപ്പോൾ അഡ് ഇൻഫിനിറ്റം എന്നതിൻ്റെ അർത്ഥം എന്താണ്? എൻഡ്ലെസ്ലി എന്നാണ്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ അനന്തമായി എന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ മറ്റൊരു ഫോറിൻ വേർഡാണ് അഡ് ഹോക്ക്. ഇത് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. അഡ് ഹോക്ക് കമ്മിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് അഡ് ഹോക്ക് എന്ന് പറയുന്നതിൻ്റെ മീനിങ് ആണ്. അഡ് ഹോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോർ എ സ്പെസിഫിക് പർപ്പസ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന ഒരു കമ്മിറ്റീനൊക്കെ നമുക്ക് വേണമെങ്കിൽ അഡ് ഹോക്ക് കമ്മിറ്റി എന്ന് പറയും. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ ഭരണഘടനയൊക്കെ രൂപീകരിക്കുന്ന സമയത്ത് ധാരാളം അഡ് ഹോക്ക് കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഫോർ എ സ്പെസിഫിക് പർപ്പസ് എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ബോണ്ട് വോയേജ് ആണ്. ഇത് PSC എത്രയോ തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഗുഡ് ജേർണി എന്നാണ്. വിഷയ ഗുഡ് ജേർണി എന്ന് പറയില്ലേ, അതിനാണ് നമ്മൾ ബോണ്ട് വോയേജ് എന്ന് പറയുന്നത്. നല്ല യാത്ര നേരുന്നു. ആ ഒരു അർത്ഥത്തിൽ ഏതാണ് ബോണ്ട് വോയേജ് എന്ന് പറയുന്ന ഫോറിൻ വേർഡ് ഉപയോഗിക്കുന്നു. അൽമാ മാറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സ്കൂൾ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി യു പ്രീവിയസ്ലി സ്റ്റഡീഡ് ഓർ ബോണ്ടിഫൈഡ് മദർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു മീനിങ് ഇതാണ്. എന്ത്? ഇത്രയാണ് ഒരു മീനിങ്. സ്കൂൾ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ യു പ്രീവിയസ്ലി സ്റ്റഡീഡ്, അതായത് നമ്മൾ മുമ്പ് പഠിച്ച യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കോളേജ് സ്കൂള് ഇവിടങ്ങളിലൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചു പൂർവ്വ വിദ്യാർത്ഥി എന്ന് നമുക്ക് പറയാം. അൽമാ മാറ്റർ എന്ന ആ ഒരു അർത്ഥത്തിൽ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. എന്താണ്? നിങ്ങൾ മുമ്പ് പഠിച്ച ആ ഒരു വിദ്യാലയം, ആ ഒരു മീനിങ്ങിൽ നമുക്കിവിടെ പറയാം അൽമാ മാറ്റർ എന്ന് പറയാം. അതേ സമയത്ത് ഇതിന് മറ്റൊരു മീനിങ് ഇവിടെ പറയുന്നത് ബോണ്ടിഫൈഡ് മദർ എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. നിങ്ങളുടെ മാതൃവിദ്യാലയം എന്ന് പറയാം. അതല്ലെങ്കിൽ ഉദാരമതിയായ അമ്മ എന്നൊരു അർത്ഥത്തിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അൽമാ മാറ്റർ എന്നതിന്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച ആ വിദ്യാലയം, അതാണ് അൽമാ മാറ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബോണ്ടിഫൈഡ് മദർ എന്നൊരു മീനിങ് ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് അലുമിനസും അലുമിനയുണ്ട്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അലുമിനസ് എന്ന് പറഞ്ഞാൽ എന്ത്? അലുമിന എന്ന് പറഞ്ഞാൽ എന്ത്? അലുമിനസ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആണോ മെയിലാണോ? മെയിലാണ്. അലുമിന എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീമെയിൽ ആണ്. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വേണ്ടത്. ഗ്രാജുവേറ്റ്, അതായത് ബിരുദധാരിണി എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അലുമിന അതുപോലെ തന്നെ അലുമിനസ് ഈ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു ഫോറിൻ വേർഡാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന സാഹചര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒരു മെയിൽ ഗ്രാജുവേറ്റിനെ അലുമിനസ് എന്നും ഫീമെയിൽ ആണെങ്കിൽ അലുമിന എന്നുമാണ് പറയുന്നത്. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടി അലുമിനസ് അനസ് എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് അത് മെയിലാണെന്നും അലുമിന ആമിന എന്നൊക്കെ ഓർത്ത് വെച്ചാൽ നമുക്കത് എന്താണ് ഒരു ഫീമെയിൽ ആണെന്നൊന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ബിരുദധാരിണി എന്നൊരു മീനിങ്ങിലാണ് നമ്മളിവിടെ അലുമിനസും അലുമിനയും ഉപയോഗിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് AD എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നോ ഡൊമിനി എന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. AD പലപ്പോഴും ചോദിക്കാറുണ്ട്. AD എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? അന്നോ ഡൊമിനി എന്ന് വെച്ചാൽ എന്താണ് എന്ന് വെച്ചാൽ ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്, എന്നാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. AD BC അതിൽ നമ്മൾ AD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നോ ഡൊമിനി എന്നാണ് അർത്ഥമായിട്ട് വേണ്ടത്. ഇനി കാർപ്പേ ഡീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? കാർപ്പേ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് എൻജോയ് ദ പ്രസന്റ് എന്നാണ്. കാർപ്പേ ഡീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജോയ് ദ പ്രസന്റ്, ഇന്നത്തെ ദിവസം ആസ്വദിക്കുക അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷൻ ആസ്വദിക്കുക. ഇതിനാണ് കാർപ്പേ ഡീം എന്ന് പറയുന്നത്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കും. ഇനി അടുത്ത സർക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥമാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്രോക്സിമേറ്റ്ലി എന്നാണ്, അല്ലെങ്കിൽ അബൌട്ട് എന്ന് നമ്മുടെ ഓപ്ഷനിൽ വരാം. ഏകദേശം എന്നൊരു അർത്ഥത്തിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സർക്ക എന്ന് പറയുന്ന ഫോറിൻ വേർഡ് നമുക്ക് ഉപയോഗിക്കാം. ഇനി കോപ്പ് ഡി ടാറ്റ് എന്ന് പറഞ്ഞാൽ എ സഡൻ ഓവർത്രോ ഓഫ് എ ഗവൺമെന്റ് ടു റീപ്ലേസ് ദ ലീഡിങ് ഫിഗേഴ്സ്. അതായത് നമ്മളൊരു ഗവൺമെന്റിനെ എന്ത് ചെയ്യുക? അട്ടിമറിക്കുക എന്നൊക്കെ കേൾക്കില്ല. അതിനെയാണ് നമ്മളിവിടെ കോപ്പ് ഡി ടാറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൂപ്പ് കൂട്ടിയിട്ട് അട്ടിമറിക്കുക എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ കോപ്പ് ഡി ടാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സഡൻ ഓവർത്രോ ഓഫ് എ ഗവൺമെന്റ് ടു റീപ്ലേസ് ദ ലീഡിങ് ഫിഗേഴ്സ്. ഭരണകൂടത്തെ അട്ടിമറിച്ച് പ്രധാന നേതാക്കളെ മാറ്റുന്ന ഒരു പ്രവൃത്തി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോപ്പ് ഡി ടാറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഡിഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നൽകിയിരിക്കുന്ന 4 ഓപ്ഷനുകളുണ്ട്. ആ 4 ഓപ്ഷനിൽ ഡിഗ്രേഷ്യ എന്ന വേർഡിന്റെ അർത്ഥം, ആ ഒരു ഫോറിൻ വേർഡിന്റെ അർത്ഥം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നാണ്. അതായത് ദൈവകൃപയാൽ എന്നൊരു മീനിങ് ആണ് ഡിഗ്രേഷ്യ എന്ന ഈ ഒരു ഫോറിൻ വേർഡിന്റെ അർത്ഥം വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡിഫാക്റ്റോ? ഇത് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള 2 ടേമുകളാണ്. ഡിഫാക്റ്റോ ഹെഡ് ഓഫ് എന്നും അതേപോലെ തന്നെ ഡിജിയർ ഹെഡ് എന്നും നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ
ആരാണ് ഡി ഫാക്ടോ ഹെഡ്, അതേപോലെ തന്നെ ഡിജുവർ ഹെഡ് എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഡി ഫാക്ടോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ റിയാലിറ്റി, ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഡി ഫാക്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ റിയാലിറ്റി. നമ്മൾ ഡി ഫാക്ടോ ഹെഡ് ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആണ് അല്ലെ, നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ അല്ലെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. പക്ഷെ നമ്മുടെ ഡിജുവർ എന്ന് പറഞ്ഞാൽ ഇൻ ലോ, നിയമപരമായി, ഡിജുവർ എന്ന് പറഞ്ഞാൽ നിയമപരമായി ആരായിരിക്കും? നമ്മുടെ പ്രസിഡന്റ് ആണ്. ഇൻ ലോ പ്രകാരം പ്രസിഡന്റ് ആണ്. പക്ഷേ ഡി ഫാക്ടോ ഹെഡ് എന്ന് വെക്കുമ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? പ്രൈം മിനിസ്റ്റർ ആണ്. ഡി ജുവർ ഹെഡ് എന്ന് വെക്കുമ്പോൾ അവിടെ എന്താണ്? പ്രസിഡന്റ് ആണ്. അപ്പോൾ എന്താണ് ഡി ഫാക്ടോ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി, അതേസമയത്ത് ഡിജുവർ എന്ന് പറഞ്ഞാൽ ഇൻ ലോ. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഡെബൂച്ചേരി. ഡെബോച്ചേരി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇമോറൽ എന്നാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അധർമ്മികം എന്നൊരു അർത്ഥത്തിലാണ് വരുന്നത്. എൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ അക്കംപ്ലിഷ്ഡ് ഫാക്ട് എന്നാണോ, എക്സാക്ട് കോപ്പി എന്നാണോ, ഓൾ ടുഗദർ അല്ലെങ്കിൽ ഓൾ അറ്റ് ദ സെയിം ടൈം എന്നാണോ, എ ഫാൾസ് സ്റ്റെപ്പ് എന്നാണോ? ഇവിടെ എൻ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ തന്നെ കിട്ടും ഓൾ ടുഗദർ അല്ലെങ്കിൽ ഓൾ അറ്റ് ദ സെയിം ടൈം. നമ്മൾ ഇതിനു മുമ്പ് എൻ മാസേ പഠിച്ചില്ലേ? ഓൾ ടുഗദർ വിത്തിൻ എ ബോഡി എന്നൊരു അർത്ഥം വന്നിരുന്നു. അതേപോലെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഫോറിൻ വേർഡ് എന്ന് പറയുന്നത് എന്താണ്? എൻ ബ്ലോക്ക് എന്നാണ്. എന്താണ് നമ്മുടെ ഫോറിൻ വേർഡ്? എൻ ബ്ലോക്ക് എന്നാണ് നമ്മുടെ ഫോറിൻ വേർഡ്. അതിന്റെ അർത്ഥമാണ് ഓൾ ടുഗദർ അല്ലെങ്കിൽ ഓൾ അറ്റ് ദ സെയിം ടൈം എന്നാണ്. ഓൾ ടുഗദറിന്റെ സ്പെല്ലിങ് പ്രത്യേകം ചെക്ക് ചെയ്യണം. ഇനി എൻ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഓൺ ദ വേ എന്നാണ്. എൻ റൂട്ട് എന്ന് പറഞ്ഞാൽ ഓൺ ദ വേ എന്നാണ് അർത്ഥം വരുന്നത്. ഓൺ ദ വേ, വഴിയിൽ. എർഗോ. എർഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 4 ഓപ്ഷന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എർഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെർഫോർ എന്നാണ് അർത്ഥം വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരിക. അതുകൊണ്ട് ദെർഫോർ. ഇനി അടുത്തത് എറാട്ടം അല്ലെങ്കിൽ എറാട്ട. എറാട്ടം അല്ലെങ്കിൽ എറാട്ട സിംഗുലാറും പ്ലൂറലാണ്. അപ്പോൾ ഇവിടെ എറാട്ടം അല്ലെങ്കിൽ എറാട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറർ എന്നാണ് മീനിങ്. എറാട്ട എറർ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് എന്താണ്? എർഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെർഫോർ, എറാട്ടം അല്ലെങ്കിൽ എറാട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറർ എന്നാണ് അർത്ഥമായിട്ട് വരേണ്ടത്. എക്സ്പാർട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാർട്ടെ എന്ന് പറഞ്ഞാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, വൺ സൈഡഡ് എന്നാണ്. എക്സ്പാർട്ടെ എന്ന് പറഞ്ഞാൽ വൺ സൈഡഡ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഏകപക്ഷീയമായ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അടുത്തത്, ഇത് പരീക്ഷയിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഫാക്സ് സിമിലി എന്നാണ് ഇവിടെ നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത്. എന്താണ് ഫാക്സ് സിമിലി എന്ന ആ ഒരു ഫോറിൻ വേർഡിന്റെ അർത്ഥം എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓർത്തിരിക്കുക, FACSIMILE. അവിടെ അർത്ഥം എന്ന് പറയുന്നത് എക്സാക്ട് കോപ്പി എന്നതാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി ഫെയിൻഡ് അക്കംപ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫെയിൻഡ് അക്കംപ്ലി. ഫെയിൻഡ് അക്കംപ്ലി എന്ന് പറഞ്ഞാൽ ആൻ അക്കംപ്ലിഷ്ഡ് ഫാക്ട് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് ഫോക്സ് പാസ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ഫോക്സ് പാസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഫോക്സ് പാസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എ ഫാൾസ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ആൻ എംബ്രാസിംഗ് ബ്ലണ്ടർ എന്നാണ്. ഒരു തെറ്റായ ചുവടുവെപ്പ്, ലജ്ജാകരമായ അബദ്ധം എന്നൊക്കെയാണ് ഫോക്സ് പാസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫോറിൻ വേർഡുമായി ബന്ധപ്പെട്ട PSC ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തി. ഇനിയും കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്. അത് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടുത്താം. ഇവിടെ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും PSC അടുത്ത നടന്ന പരീക്ഷയിലൊക്കെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണുക.